അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആദ്യ വിമാനം ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത്തിഹാദ് എയർവേസിന്റെ EY334 വിമാനമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. വിഷ്ണുപ്രകാശ് തത്സമയം വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഈ തിരികെ എത്തിയ ആളുകളൊക്കെ കണ്ടതും അനുഭവിച്ചതും ഒക്കെ പലതായിരിക്കും. എന്താണെന്നുള്ളത് അവർ പറഞ്ഞാണ് അറിയേണ്ടത്. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും മാത്രമാണ്. ആളുകളെ തിരികെ എത്തിയിരിക്കുന്നു. ആ സന്തോഷമുള്ള വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. അക്ഷയ, തീർച്ചയായും ഒരു അനിശ്ചിതത്വത്തിൽ കിടന്ന ആളുകളാണ്. ഒരുപക്ഷെ പല ആവശ്യങ്ങൾക്കായി മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളായിരുന്നു. ഇന്നേ ദിവസം എത്താനായി പ്ലാൻ ചെയ്ത ആളുകളാണ്. അതെല്ലാമാണ് ഇപ്പോൾ ഒരു പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ കാരണം കൊണ്ട് അവരുടെ ഒരു യാത്ര നീണ്ടുപോകുന്നതും അത് എന്ന് യാത്ര പുനരാരംഭിക്കാൻ സാധിക്കുമെന്നടക്കമുള്ള വലിയ ചോദ്യങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ ആശങ്കകളൊക്കെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു വിമാനമാണ് അവരുടെയൊക്കെ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അബുദാബിയിൽ നിന്നുമുള്ള ആദ്യ വിമാനം, കേരളത്തിലേക്കുള്ള ആദ്യ വിമാനം ഇപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അത് ലാൻഡ് ചെയ്തിരിക്കുന്നു. എത്തിഹാദിൻ്റെ EY334 എന്ന വിമാനം ഇപ്പോൾ അല്പം മുൻപാണ് 10:11 കൂടിയാണ് ഇവിടെ കൊച്ചിൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി നടപടികൾ, അവരുടെ ബാഗേജ് എടുക്കുന്നത് അടക്കമുള്ള ചെക്ക്-ഇൻ, ഇമിഗ്രേഷൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം അതിൽ എത്തിയിട്ടുള്ള ആളുകൾ ഈ പുറത്തേക്ക്, വിമാനത്താവളത്തിൻ്റെ പുറത്തേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വിമാനം, എത്തിഹാദിൻ്റെ EY334 എന്ന വിമാനം ഇപ്പോൾ സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തിരിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ, കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു യുദ്ധ സാഹചര്യം വരുന്നതും തുടർന്ന് വ്യോമ ഗതാഗതം അടക്കമുള്ളവയെ അത് കാര്യമായി ബാധിക്കുകയും ഒരു വിമാനം പോലും ഇവിടേക്ക്, നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ അബുദാബിയിൽ നിന്ന്, ഗൾഫ് മേഖലയിൽ നിന്നും വിമാനങ്ങളൊന്നും പുറപ്പെടാത്ത ഒരു സാഹചര്യം സംഭവിച്ചത് 2 ദിവസം മുമ്പായിരുന്നു. ഇന്നിപ്പോൾ വൈകിട്ടാണ് ഇത്തരത്തിൽ എത്തിഹാദ് ഏതാനും സ്ഥലങ്ങളിലേക്ക്, ആംസ്റ്റർഡാം, അതുപോലെ ഡൽഹി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലേക്ക് ഒരു 15 വിമാനങ്ങളുടെ ഒരു ഓപ്പറേഷൻ അവർ വീണ്ടും പുനരാരംഭിച്ചതായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിക്കുന്നത്. ആ ഗണത്തിൽപ്പെട്ട ഈ ആദ്യ 15 വിമാനത്തിൽ ഒരു വിമാനം നേരത്തെ ഡൽഹിയിൽ ലാൻഡ് ചെയ്തു. തൊട്ടു പിന്നാലെ ഇന്ത്യയിലേക്കുള്ളപ്പോൾ രണ്ടാമത്തെ വിമാനമാണ് ഇപ്പോൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. സുരക്ഷിതമായി തന്നെ ആ വിമാനം ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ആളുകൾ പുറത്തോട്ട് വരുന്നു. അവരുടെ വിശദാംശങ്ങളടക്കമുള്ള, അവരുടെ അനുഭവങ്ങളെല്ലാം അവർ പുറത്തിറങ്ങിയ ശേഷമായിരിക്കും പങ്കുവയ്ക്കുക. അവരുടെ പ്രതികരണങ്ങൾ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് ഒക്കെ നമുക്ക് തിരികെ എത്താം.